ഹലോ ഹലോ അമ്മേ. ഹായ്. അമ്മേ, അപ്പൊ ഇന്നെന്താ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത്? ഇന്ന് നമുക്ക് ചിക്കൻ ഇറച്ചിച്ചോറ് വെക്കാം. ചിക്കൻ വെച്ചോളൂ. ആ, ഓക്കെ. നമ്മൾ ഇന്നാളൊക്കെ വെച്ചത് ബീഫായിരുന്നു, ബീഫിന്റെ ഇറച്ചിച്ചോറായിരുന്നു. അപ്പൊ ഇന്ന് നമ്മളൊന്ന് മാറ്റി പിടിക്കാന്ന് വെച്ചിട്ട് ഇറച്ചിച്ചോറ് ചിക്കൻ വെച്ചിട്ടാക്കാന്ന് വെച്ചു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ, ശരി, തുടങ്ങാം. അപ്പോൾ ഇതിനാവശ്യമായിട്ട് നമുക്കൊരു 2 സവാള എടുത്തിട്ടുണ്ട്. അതിങ്ങനെ നീളത്തിലരിഞ്ഞ് ഒരു 2-3 പച്ചമുളകൊക്കെ വെച്ചിട്ട് കുറച്ച് മല്ലിയിലയും കൂടിയൊക്കെ എടുത്ത് വെക്കാം. പിന്നെ ചിക്കൻ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില അധികം കൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഈ നെയ്യ് മാത്രം പോരാ കേട്ടോ, കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു വെളിച്ചെണ്ണയും നെയ്യ് മാത്രമേ നമ്മൾ ഇത്ര യൂസ് ചെയ്യുന്നുള്ളൂ. ഇതിൽ വേറെ അങ്ങനെ ഓയിൽ അധികം ഒന്നുമില്ല കേട്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എണ്ണ നന്നായിട്ട് ഇതൊക്കെ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. സ്പൈസസ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് കുരുമുളകും ഏലക്കയും പട്ട ഗ്രാമ്പു അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി നമുക്കിതാ കുറച്ച് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു പച്ചമുളകിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം കേട്ടോ ഇടാൻ. ഇപ്പം നമുക്കിവിടെ വലിയ എരിവ് വേണ്ട, അപ്പോൾ കുറച്ച് എരിവ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതെല്ലാം തട്ടിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കാര്യം ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ബാക്കി കറിവേപ്പിലയൊക്കെ നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ കുറച്ചൊന്ന് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു പച്ചമുളകും ഉള്ളിയും ആ ഒരു മല്ലിയിലയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, അത് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇതിൽ നമ്മൾ ഒരുപാടങ്ങ് വഴഞ്ഞ് വരേണ്ട കാര്യമില്ല. കാര്യം ഇത് നമ്മൾ വേവിച്ചെടുക്കുകയല്ലേ, വെള്ളം ഒഴിച്ച് വേവിക്കുന്ന ആ ഒരു ഇതല്ലേ. അപ്പോൾ ഇതിൽ ഒരുപാട് ആ ഒരു ബ്രൗൺ കളറൊന്നും ഉണ്ട്, നന്നായിട്ടൊന്ന് വഴഞ്ഞ് വന്നാൽ മതി. അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു ഏകദേശം ഒന്നായി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ചിക്കൻ്റെ ആ ഒരു ചെറിയ കളറൊന്ന് മാറി ആ ഒരു വൈറ്റ് കളർ ആവില്ലേ, അത്ര നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത്രയും നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ആ ചിക്കൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുമ്പോഴത്തേക്ക് നമുക്കിനി പൊടി ഐറ്റംസായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യമേ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവ് അനുസരിച്ച് വേണം കേട്ടോ ഇടാൻ. അതുപോലെ തന്നെ മുളക് പൊടി ഇടുമ്പോഴും നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം കേട്ടോ ഇടാൻ. നമുക്കിവിടെ എരിവ് കുറവായതുകൊണ്ട് കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഇനി മല്ലിപ്പൊടി എടുക്കുമ്പോഴത്തേക്ക് മുളക് പൊടിയേക്കാൾ കുറച്ച് കൂടുതൽ വേണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തൈര് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1.25 സ്പൂണോളം നമ്മൾ ആഡ് ചെയ്തെടുത്തിട്ടുണ്ടേ. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് ഇതെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു മസാലയും ചിക്കനും എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി വരണം. പിന്നെ ആ ഒരു ഇതിൻ്റെ ആ പച്ച മണം മാറുന്നത് വരെ ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കണേ. ഇതെല്ലാം നന്നായിട്ടൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു വലിയ തക്കാളിയുടെ പകുതി കേട്ടോ, അത്രയും എടുത്തിട്ടുള്ളേ. ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു തക്കാളി എടുക്കാം, നമ്മളിവിടെ പകുതി എടുത്തിട്ടുള്ളൂ. അതുകൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഈ ഒരു തക്കാളിയും ചിക്കനും എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം കുറച്ച് വെള്ളം അതിലിങ്ങനെ ഊർന്നു വരുമല്ലോ. അപ്പോൾ ആ ഒരു വെള്ളം വെച്ചിട്ട് അതിൻ്റെ ബാലൻസ് നമ്മൾ വേണം കേട്ടോ. എന്ന് വെച്ചാൽ ആ വെള്ളത്തിൻ്റെ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് വേണം നമ്മൾ അരി ഇടുമ്പോൾ ഒഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് മിക്സാക്കി നല്ല രീതിയിൽ ഇളക്കി ചിക്കൻ പൊടിഞ്ഞു പോകാൻ നോക്കണം. അങ്ങനെ പൊടിയില്ല, കാര്യം വെന്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇനി കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പുതിനയില വേണമെങ്കിൽ ഇടാം, പക്ഷെ നമുക്കിവിടെ പുതിനയിലയോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ഇതെല്ലാം കൂടി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ജീരകശാല അല്ല കേട്ടോ, നമ്മുടെ ബസുമതി റൈസാണേ. അപ്പോൾ ഇത് ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് സെറ്റായി വന്നപ്പോഴത്തേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ആദ്യമേ വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്ത് വെക്കണം കേട്ടോ. നേരത്തെ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മളിവിടെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആ അരിയും ചിക്കനും മസാല എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കണം. നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കാര്യം അരിയും ചിക്കനും ആ ഒരു മസാല എല്ലാം കൂടി ഒന്ന് നമുക്ക് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഒന്ന് ജസ്റ്റ് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കനും ആ ഉള്ളി വഴറ്റിയ സമയത്ത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പം ഉപ്പ് കൂടാതെ നോക്കണം കേട്ടോ.
ഇനി നമുക്ക് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം നമ്മൾ ഓൾറെഡി നേരത്തെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം 1 ഗ്ലാസ് അരിക്ക് നമ്മൾ 1.5 ഗ്ലാസ് വെള്ളം ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ നന്നായിട്ടത് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു നാരങ്ങയുടെ പകുതി അതുകൂടി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ടേ. ആ ഒരു നാരങ്ങ ഒഴിക്കുമ്പോഴത്തേക്ക് ചോറ് തമ്മിൽ ഒട്ടില്ല എന്നിങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാട്ടോ നമ്മൾ ഒഴിക്കുന്നത്. പിന്നെ നന്നായിട്ട് ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് അടച്ചു വെച്ചേക്കാം. ഇത് നമ്മൾ അടച്ചു വെച്ചില്ലേ അമ്മേ? ഇനി ഇത് എത്ര മിനിറ്റ് എടുക്കും? ഒരു 6, 7, 8, 10 മിനിറ്റിനകം വെച്ചെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് വേവും എന്നാണ് അമ്മ പറയുന്നത്. നമുക്ക് നോക്കാം ഗൈസ്. 10 മിനിറ്റിൽ ഒരു 8 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കി കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും 10 മിനിറ്റ് കൊണ്ട് വേവും എന്നുള്ളത് ഉറപ്പായി കേട്ടോ. അങ്ങനെ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. കാര്യം വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടല്ലേ നമ്മൾ വെച്ചത്. അങ്ങനെ കറക്റ്റ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഈ ഒരു ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പം നമ്മളിത് ചൂടോടെ കഴിക്കുന്നത് കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് ഉള്ളത്. അങ്ങനെ അത് ഫുൾ സെറ്റാക്കി. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു സലാഡും ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ഞാനൊരു വീഡിയോയിൽ കണ്ട കേട്ടോ, ഇങ്ങനെ ഈ ഉള്ളിയുടെ ആ ഒരു ഇതില്ലേ അതുകൂടി ചേർത്ത് വേണം ഇത് കഴിക്കാനെന്നും. അപ്പം നമ്മൾ കുറച്ച് നാരങ്ങച്ചാരമൊക്കെ കൂട്ടി നല്ല രീതിയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇറച്ചിച്ചോറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ടാറ്റാ.